പെരുമ്പറമ്പ് യു.പി. സ്കൂളിൽ ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പടിയൂരിലെ 50ഓളം കലാകാരന്മാരെ അണിനിരത്തിയ മരതകം സിനിമ പ്രദർശനോദ്ഘാടനം നടന്നു. ഇരിട്ടി പോലീസ് ഇൻസ്പെക്ടർ കെ.ജെ. ബിനോയ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലഹരിവിരുദ്ധ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പറമ്പ് യു.പി. സ്കൂളിൽ വെച്ച് പടിയൂരിലെ 50ഓളം കലാകാരന്മാരെ അണിനിരത്തിയ മരതകം സിനിമ പ്രദർശനോദ്ഘാടനം ഇരിട്ടി പോലീസ് ഇൻസ്പെക്ടർ കെ.ജെ. ബിനോയ് നിർവഹിച്ചു. ജോഷി വള്ളിത്തലയാണ് സിനിമയുടെ രചനയും സംവിധാനവും. പെരുമ്പറമ്പ് യു.പി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് വി.കെ. രമണി ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് വി.കെ. സുനീഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സംവിധായകനെ ആദരിക്കൽ ചടങ്ങ് നടന്നു. തമ്പാൻ മാസ്റ്റർ, കെ. ഹരീഷ് കുമാർ മാസ്റ്റർ, അനീഷ് പി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിദ്യാരംഭം കൺവീനർ വി. ദിനചന്ദ്രൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. എന്നെ പഠിപ്പിച്ച 2 അധ്യാപകർ കൂടിയുണ്ട്. ഒന്ന് തമ്പാൻ മാസ്റ്റർ, ഒന്ന് രാഘവേന്ദ്രൻ മാസ്റ്റർ. എന്നോട് പഠിച്ച ഒരു സഹപാഠിയുടെ സിനിമാ പ്രദർശനമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കാണാൻ വേണ്ടി ഇവിടെ പോകുന്നത്, ജോഷി. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാനും ജോഷിയൊക്കെ 2 വ്യത്യസ്ത മേഖലകളിലേക്ക് എത്തിപ്പെടുകയും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ മുമ്പിൽ ഇത്തരത്തിലൊരു വേദിയിൽ പങ്കെടുക്കുവാൻ സാഹചര്യം ഉണ്ടായത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ ലഹരി എങ്ങനെയൊക്കെയാണ് കാണുന്നത്. ലഹരിക്ക് പണ്ടൊക്കെ നമ്മുടെ അർത്ഥത്തിൽ ഒരു മദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും പുകവലി എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാലം മാറിയപ്പോൾ ലഹരിയുടെ മേഖലകളൊക്കെ നമ്മൾ കരുതുന്നത് അപ്പുറത്തേക്കായി മാറിയിരിക്കുകയാണ്. കഞ്ചാവ് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കരുതുന്നുണ്ടാവും. എന്നാൽ ഇപ്പോൾ രാസലഹരികളുടെ കാലമാണ്. എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള രാസലഹരികൾക്ക് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളും മുതിർന്നവരുമൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്. മണവും ഗുണവും ഒന്നുമില്ലാത്ത, കണ്ടാൽ എന്തോ വെളുത്ത പദാർത്ഥമാണെന്നൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന MDMA പോലുള്ള മാരക ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്നതായി നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ 4 ദിവസം മുമ്പ് ഒരു പയ്യനെ പിടിക്കുകയുണ്ടായി. MDMA നടത്തുന്നുണ്ട്. ആ പയ്യനെ ശ്രീകണ്ഠാപുരത്ത് നിന്ന് 3 മാസം പിടിച്ചാണ്. അവനൊരു 4 മാസം ജയിലിൽ കിടന്ന് ഇറങ്ങിയതാണ്. ഇരട്ടി 1 വർഷം കൊണ്ട് 5ഓളം പ്രധാനപ്പെട്ട കേസുകൾ രാസലഹരി കടത്തിക്കൊണ്ടുവരുന്നത് സംബന്ധിച്ചിരിക്കുകയുണ്ടായി. അതിന് തൊട്ട് മുമ്പ് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഒരു ലോഡ് സാധനങ്ങൾ കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്നത് എക്സൈസ് വിധിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നമ്മുടെ മേഖലയിലൂടെ വിവിധ തരത്തിലുള്ള രാസലഹരി പദാർത്ഥങ്ങളും കഞ്ചാവുകളുടെ പദാർത്ഥങ്ങൾക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ ഭയപ്പാടോടുകൂടി വേണം ഈ സമൂഹത്തെ ജീവിക്കാനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു 15 വർഷം മുമ്പ് സ്കൂളുകളിലൊക്കെ ഇത്തരത്തിൽ വേദികളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ലഹരി പദാർത്ഥങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ഇത് ഏതോ ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ടായിരുന്നു മുഖവിലേക്ക് കിടത്തിയിരുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഞാൻ ഈ സംസാരിക്കാൻ പോയ സ്കൂളുകളിലെ അധ്യാപകർക്കൊക്കെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഇത്തരം ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ ചെറിയ കുട്ടികളിലേക്ക് പോയി. അത് ഹൈസ്കൂളായാലും കോളേജായാലും എന്തിനു പറയുന്നു UP സ്കൂൾ തലങ്ങളിൽ പോലും വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരം ഇപ്പോൾ നമ്മൾ കാണുകയാണ്.